ജ്യോതിസ് എഡ്യു ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കൊച്ചു മക്കളൊക്കെ, എൻ്റെ കൂട്ടുകാരൊക്കെ, കൊച്ചു കൂട്ടുകാർ എല്ലാവരും ഇങ്ങനെ പുതിയ അധ്യയന വർഷം ക്ലാസ് തുടങ്ങുന്നതും സ്കൂളിൽ പോകുന്നതും പുതിയ യൂണിഫോം ഇടുന്നതും മറ്റെല്ലാ പുതിയ വസ്തുക്കളുമായിട്ട് ബുക്സും നല്ല രീതിയിൽ ബ്രൗൺ പേപ്പർ ഇട്ടും കളർ പേപ്പർ ഇട്ടും ഒക്കെ ബൈൻഡ് ചെയ്ത് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് എല്ലാം ഭംഗിയായിട്ട് സ്കൂളിൽ പോകാൻ തയ്യാറെടുക്കുന്ന കുട്ടികളോട് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നമുക്കൊരു സ്റ്റഡി പ്ലാൻ വ്യക്തമായിട്ട് നമ്മുടെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളായിരുന്നാലും ചെറിയ ക്ലാസ് മുതൽ 12th വരെ പഠിക്കുന്ന കുട്ടികളോടായിട്ട് തന്നെയാണ് പറയുന്നത്. ഒരു കൃത്യമായ ഒരു പഠന പദ്ധതി തയ്യാറാക്കി അത് പാലിക്കുക കുറച്ച് പ്രയാസമായിരിക്കാം. ഒരു വിഷമവും വേണ്ട. അത് പൂർണ്ണമായിട്ടിപ്പോൾ എല്ലാ പഠന പദ്ധതിയും തയ്യാറാക്കി വെച്ചതൊക്കെ ആരും പാലിച്ചിട്ടില്ല. അഥവാ ആരെങ്കിലും പാലിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു പക്ഷേ നല്ല വിജയത്തോടെ പാസ്സായിട്ടൊക്കെ ഉണ്ടാവാം, പക്ഷേ ജീവിത വിജയം നേടിയിട്ടുണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ജീവിത വിജയം എന്ന് പറയുന്നത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി അച്ചടക്കത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതിൽ മാത്രമല്ല, എന്നാൽ പോലും നമ്മുടെ രക്ഷകർത്താക്കളും അതുപോലെ മക്കളെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും, ഞാനീ സംസാരിക്കുന്നത് എല്ലാ മലയാളി മക്കളോടുമാണ്, എല്ലാ മലയാളി കൂട്ടുകാരോടുമാണ്. നമ്മുടെ കേരളത്തിലൊട്ടാകെ അല്ലെങ്കിൽ രാജ്യത്ത് എവിടെയായിരുന്നാലും മലയാളി കുട്ടികളോട് മലയാളത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് എല്ലാവരും മനസ്സിലാക്കിയിരിക്കാനായിട്ടും ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനുമായിട്ട് പറയുന്നതാണ്. പ്രാബല്യത്തിൽ കൊണ്ടുവരാനൊക്കെ പറഞ്ഞാൽ പോലും ഒരു പക്ഷേ കൊച്ചുമക്കൾക്ക് ഇപ്പോൾ മലയാളം മനസ്സിലാവണമെന്നില്ല. ദേ ഹാവ് ടു സിസ്റ്റമാറ്റിക്കലി carry on their study life, എഡ്യൂക്കേഷൻ ലൈഫ് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് റെഗുലറായിട്ട് വളരെ പങ്ക്ച്വലായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ആദ്യമായിട്ട് പറയട്ടെ, രാവിലെ കൃത്യമായിട്ട് സമയത്ത് എഴുന്നേൽക്കുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അമ്മയും അച്ഛനുമൊക്കെ വിളിച്ചുണർത്തുന്ന പ്രായമൊക്കെ ഉണ്ടാവാം, പക്ഷേ ആദ്യ ദിവസങ്ങളിലാവാം. പക്ഷേ അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ടൂറ് പോകുന്നു തലേ ദിവസം അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടുത്ത ദിവസം എന്തെങ്കിലും വിശേഷം സ്കൂളിൽ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ തലേ ദിവസം ഒരിക്കലും അമ്മയും അച്ഛനും വിളിച്ചുണർത്താൻ പറയാറില്ല. അത് മാത്രമല്ല, അലാമൊന്നും വെക്കേണ്ടി വരാറില്ല. രാവിലെ 4 മണിക്കോ 2 മണിക്കോ ഒക്കെ എഴുന്നേറ്റ് അമ്മ നേരം വെളുത്തോ എന്ന് ചോദിക്കാറുണ്ടാവും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പോകാനുള്ള തയ്യാറെടുപ്പിലാവും. അതുപോലെ ഒരു ട്രിപ്പ് പോകുന്ന ഒരു നല്ലൊരു താല്പര്യത്തോടുകൂടി ഓരോ ദിവസം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ട് രാത്രിയിൽ ഉറങ്ങുന്നുവോ അതേപോലെ നമുക്ക് സ്കൂളിലെ ഓരോ അധ്യയന ദിവസങ്ങളെയും വരവേൽക്കാം. അങ്ങനെയുള്ള നല്ല ഒരു അധ്യയന വർഷത്തിലേക്ക് കടക്കുവാനായിട്ട് കുട്ടികൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ തയ്യാറാക്കി വെക്കാം. അത് വെക്കാതിരിക്കാം, അത് പൂർണ്ണമായിട്ടും കുട്ടികളുടെ ഇഷ്ടമാണ്. പക്ഷേ അത് എഴുതി തയ്യാറാക്കുന്നതിന് ചെയ്തില്ലെങ്കിൽ പോലും അതിനൊരു വ്യക്തമായ ധാരണയോടുകൂടി, ഒരു കണക്കൂട്ടലോടുകൂടി, ഒരു ഭാവി പരിപാടികളെക്കുറിച്ച് മുതിർന്നവരൊക്കെ സാമ്പത്തിക കാര്യങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോരോ കാര്യങ്ങളുമൊക്കെ അടുക്കും ചിട്ടയും വരുത്തി ചെയ്യാറുള്ളതൊക്കെ മക്കളൊക്കെ അച്ഛനമ്മമാരിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുമൊക്കെ കാണുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അവയൊക്കെ തന്നെയാണ് പഠന കാര്യത്തിൽ നമ്മൾ നടപ്പിലാക്കേണ്ടത്. എല്ലാത്തിനും ഒരു കൃത്യമായ ഒരു അടുക്കും ചിട്ടയുണ്ടാകുക. അതുകൊണ്ട് തന്നെ സ്വന്തമായി ബുക്സ് എല്ലാം ബൈൻഡ് ചെയ്യുന്നു, ഇതെല്ലാം ഇത് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ രാവിലെ കൃത്യമായിട്ട് ടൈം ടേബിളിൽ ബുക്ക് എടുത്ത് വെക്കുന്നു. അതുപോലെ അയൺ ചെയ്ത് വെച്ച സ്വന്തമായിട്ട് അയൺ ചെയ്തതുമായ വസ്ത്രങ്ങൾ ധരിക്കുന്നു. സ്കൂളിൽ കൃത്യസമയത്ത് തന്നെ ബസ്സിൽ ഡ്രൈവർമാർ അങ്കിൾമാരൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരാതെ നേരത്തെ തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിച്ചേർന്ന് സ്കൂളിൽ കൃത്യമായിട്ട് പങ്ക്ച്വലായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ, അതാണ് ഏറ്റവും സുപ്രധാനമായൊരു കാര്യം. കുട്ടികൾക്ക് പഠനം വളരെ രസകരമായിട്ട് തോന്നണമെങ്കിൽ, അത് ആസ്വദിച്ച് തന്നെ പരീക്ഷകളെ അഭിമുഖീകരിക്കണമെങ്കിൽ, പരീക്ഷാ വിജയം നേടണമെങ്കിൽ, ഭാവിയിൽ ജീവിത വിജയം നേടണമെങ്കിൽ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് റെഗുലാരിറ്റി എന്ന് പറയുന്നത്. ഒരു ദിവസവും സ്കൂളിൽ മുടങ്ങാതിരിക്കുക.
100% അറ്റൻഡൻസ് നേടുക എന്ന് പറയുന്നത് നിഷ്പ്രയാസം ഏതൊരു കുട്ടിക്കും സാധിക്കുന്നൊരു കാര്യമാണ്. മനസ്സിനെ അതിനനുസരിച്ച് പാകപ്പെടുത്തിയാൽ എനിക്ക് അസുഖം വരില്ല, എനിക്ക് ജലദോഷം വരില്ല, എനിക്ക് മഴ നനഞ്ഞാലും പനി വരില്ല, മറ്റു വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് അസുഖം വന്നാലും എനിക്കത് പകരില്ല. ഇതൊക്കെ നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ കുട്ടിക്കാലം മുതൽ കഴിയണം. തീർച്ചയായിട്ടും എല്ലാവർക്കും കഴിയും. അങ്ങനെ ആകുമ്പോൾ സ്കൂളിൽ പോകുന്നതിന് മടിയുണ്ടാവില്ല, ക്ലാസ്സിലൊരിക്കലും മുടങ്ങുകയില്ല. അത് കഴിഞ്ഞ് കൃത്യമായിട്ട് എല്ലാ ദിവസവും അന്നെന്നുള്ളത് പഠിപ്പിച്ചവ എഴുതിയൊക്കെ പഠിക്കണമെന്ന് മാത്രമായിരിക്കില്ല പറയുക. തീർച്ചയായിട്ടും ഓരോന്നും നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മിച്ചെടുക്കാൻ കഴിയുക. നമ്മൾ മെമ്മറി പവർ കൂടാനായിട്ട് പലപ്പോഴും അതിന് ചവനപ്രാശമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ലേഹ്യങ്ങളൊക്കെ വാങ്ങിക്കഴിക്കാനായിട്ട് ഒരു പക്ഷേ വീട്ടുകാരൊക്കെ തരുന്നുണ്ടാവാം. അതിനൊക്കെക്കാളും ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കുട്ടികൾ യഥാർത്ഥത്തിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അതാത് ദിവസം വീട്ടിൽ നിന്ന് സ്കൂളിൽ പോയിട്ട് തിരിച്ച് വീടെത്തിയത് വരെ ഉള്ള കാര്യങ്ങൾ, അത് സ്കൂളിൽ ഓരോ അധ്യാപകരെ പഠിപ്പിച്ച സബ്ജക്റ്റിനെ കുറിച്ച് മാത്രമല്ല, അവരുടെ പലതരം പഠന സമ്പ്രദായ രീതികൾ, അവർ നിങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞ എക്സാമ്പിൾസ്, അല്ലെങ്കിൽ വഴിയിലൊക്കെ യാത്രയിൽ കണ്ട നിങ്ങൾ ബോർഡുകൾ, വളരെ അട്രാക്റ്റീവായിട്ട് എന്തൊക്കെ ഓരോ ദിവസവും കണ്ടുവോ അല്ലെങ്കിൽ അറിഞ്ഞുവോ മനസ്സിലാക്കിയോ, ഇവയൊക്കെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ വളരെ പീരിയോഡിക്കായിട്ട് വളരെ കൃത്യമായിട്ട് നിരനിരയായിട്ട് ഓർമ്മിച്ചുകൊണ്ട് രാത്രി ഉറക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മെമ്മറി പവർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ഒരിക്കലും പഠിച്ച കാര്യങ്ങൾ മറന്നു പോയെന്നുള്ള ഒരു അങ്ങനെ ഒരു ആശങ്ക നിങ്ങൾക്ക് പരീക്ഷാക്കാലത്ത് പേടിയുണ്ടാവില്ല. പരീക്ഷയ്ക്ക് പഠിക്കുന്നവരെല്ലാം കൃത്യമായിട്ട് പരീക്ഷാ ഹാളിൽ 3 മണിക്കൂർ പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ പരീക്ഷ സമയത്ത് എല്ലാം ഓർത്തെഴുതുവാൻ നമുക്ക് സ്വമേധയാ സാധിക്കുന്നുവെന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാരും നിങ്ങൾ കൃത്യമായിട്ട് സ്കൂളിൽ മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുക. സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാംസിലും അധ്യാപകർ പങ്കെടുപ്പിക്കുമെങ്കിൽ അധ്യാപകരെ കൊണ്ട് പങ്കെടുപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പങ്കെടുക്കുക. അതിൽ സമ്മാനം നേടുക എന്നുള്ളത് കലാമത്സരങ്ങളിലാകട്ടെ, കായിക മത്സരങ്ങളിലാകട്ടെ, ഏത് വ്യത്യസ്തമായിട്ടുള്ള ആധുനിക മത്സരങ്ങളിലാകട്ടെ, ഇവയിൽ വിജയിക്കണം എന്നുള്ളൊരു വാശി ഉണ്ടാകണം. പക്ഷേ വിജയിച്ചില്ല എന്ന് കരുതി ഒരിക്കലും നിരാശപ്പെടാതിരിക്കുക. ഓരോന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ഭാവിയിൽ യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ഏത് പ്രോഗ്രാമിനും മുന്നിൽ നിന്നുകൊണ്ട് അതിൽ വിജയം നേടിക്കൊണ്ട് തന്നെ മുന്നേറുവാനും പരീക്ഷാ വിജയവും മറ്റെല്ലാ പരീക്ഷണങ്ങളെയും വിജയിക്കുവാനും എല്ലാ മത്സരങ്ങളെയും നിഷ്പ്രയാസം നേരിടുവാനും അതിൽ തീർച്ചയായിട്ടും അതിൽ 1ാം സമ്മാനം നേടുന്നതുൾപ്പെടെ അല്ലെങ്കിൽ സമ്മാനം നേടുന്നതുൾപ്പെടെയുള്ള വിജയം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. വരുന്ന പുതിയ അധ്യയന വർഷം ഏറ്റവും നല്ല ജീവിതത്തിലെ ഒരു നല്ല തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ മുൻകൂട്ടി ഈ വെക്കേഷൻ കാലത്ത് ചെയ്ത് സ്കൂളുകളിൽ റെഗുലറായിട്ട് പോകാൻ നമുക്ക് പ്രതിജ്ഞ എടുക്കാം. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു.